മാന്യ പ്രേക്ഷകർക്ക് പരിശുദ്ധ ദിവ്യകാരുണ്യനാഥന്റെ നാമത്തിൽ കോർപ്പൂസ് ക്രിസ്തി മനനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, പരിശുദ്ധൻ 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 എന്ന അത്യുജ്വലമായ സ്തുതിപ്പ്, അതാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത്. അതിൽ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുകയാണ്. ഹോസാന എന്നാൽ അർത്ഥം എന്താണ്? ഹോഷിയാന, ഇതാണ് ഹീബ്രുവിൽ ഹോഷിയാന, 118 സങ്കീർത്തനം 25 വാക്യത്തിൽ. പക്ഷേ നമ്മൾ ഹോസാന എന്ന് പറഞ്ഞിട്ട് അടുത്ത അർത്ഥം എന്താ? ഇപ്പോൾ ഹോഷിയാനയുടെ അർത്ഥം എന്താ? പ്ലീസ് സേവ്, ദയവായി രക്ഷിക്കണമേ എന്നാണ്. പക്ഷെ തൊട്ടു പിന്നാലെ നമ്മൾ പറയും ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. അപ്പൊ എന്താ അതിൻ്റെ അർത്ഥം? ദയവായി രക്ഷിക്കണമേ, അത്യുന്നതങ്ങളിൽ ദയവായി രക്ഷിക്കണമേ. അതിൽ എന്തോ ഒരു പന്തികേടുണ്ടല്ലോ. നിങ്ങൾ എപ്പോഴെങ്കിലും ആ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പ്രിയപ്പെട്ടവരെ, ഒരു വസ്തുത നമ്മൾ തിരിച്ചറിയണം. ശരിയാണ്, ഹോഷിയാന എന്ന ഹീബ്രു പ്രയോഗത്തിൻ്റെ അർത്ഥം പ്ലീസ് സേവ്, ദയവായി രക്ഷിക്കണമേ എന്നാണ്. പക്ഷെ ഓർക്കണം, ഈ പ്ലീസ് സേവ് എന്നുള്ളത് യഹൂദര് അവർ തങ്ങളെ രക്ഷിക്കാനായി വരുന്ന മിശിഹായെ പ്രതീക്ഷിച്ചിരുന്നപ്പോൾ, അങ്ങനെ ആരെങ്കിലും അങ്ങനെയുള്ളവനാണെന്ന് അവർക്ക് തോന്നിയാൽ അവർ അയാൾക്ക് മുൻപിൽ ഒരു മുദ്രാവാക്യം പോലെ ഹോഷിയാന 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 എന്ന് പറയുന്നൊരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു അഭ്യർത്ഥനയിൽ നിന്ന് ഒരു മുദ്രാവാക്യം വിളിയായി ഹോഷിയാന അല്ലെങ്കിൽ ഹോസാന യഹൂദരുടെ കാലത്തിൽ തന്നെ മാറിയിരുന്നു. കാരണം അവര് വല്ലാത്ത അടിമത്തത്തിൽ കഴിഞ്ഞിരുന്നവരാണ്, റോമൻ ആധിപത്യത്തിന് കീഴിൽ. നോക്കൂ, യേശു ക്രിസ്തു ജെറുസലമിലേക്ക് കടന്നു വന്നപ്പോൾ അവർ ഹോസിയാന പാടി, പ്ലീസ് സേവ്. ശരിക്കും പറഞ്ഞാൽ ഉച്ചത്തിൽ വിളിക്കൂ, ഹോസാന, ഉയരട്ടങ്ങനെ ഉയരട്ടെ എന്ന് നമ്മൾ പറയില്ലേ, അതാണ് ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. ഈശോയെ സർവം മറന്നുച്ചത്തിൽ പ്രഘോഷിക്കേണ്ട നിമിഷമാണത്. ദിവ്യകാരുണ്യനാഥന് നന്ദി. നിങ്ങൾക്ക് നമസ്കാരം.